ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം നേരുകയാണ്. നാം ഇന്ന് പഠിക്കുന്നത് സ്നാനങ്ങളെക്കുറിച്ചുള്ള വിഷയമാണ്. നമുക്കറിയാം, ക്രിസ്തീയ സഭകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് സ്നാനപ്പെടുത്തുന്നത്. ബൈബിൾ ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു ഒന്നേ ഉള്ളൂ, ഉപദേശം ഒന്നേ ഉള്ളൂ. പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ സ്നാനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നവരുണ്ട്. മറ്റു ചിലർ യേശുവിൻ്റെ നാമത്തിൽ മാത്രം വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നുണ്ട്. മറ്റു ചിലർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളം തളിച്ച് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നുണ്ട്. വേറൊരു കൂട്ടർ കുടിക്കീഴിൽ സ്നാനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ സ്നാനങ്ങൾ നിലനിൽക്കുമ്പോൾ നാം ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാഴ്ചയോടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ ഇതിൽ സ്നാനം എന്നൊരു പദം ഇല്ലാത്തതുകൊണ്ട് എന്തിനായിരിക്കും ഇത് വായിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ ഈ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്കത് ബോധ്യമാകും. നാം ശ്രദ്ധിക്കേണ്ടത്, പുതിയ നിയമത്തിൽ 5 വിധ സ്നാനങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. 1, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. 2, മാനസാന്തര സ്നാനം. 3, ശിഷ്യനാക്കുവാനുള്ള സ്നാനം. 4, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. 5, തീയാലുള്ള സ്നാനം. ഈ 5 സ്നാനങ്ങളെ ചുരുക്കി നമുക്കൊന്ന് പഠിക്കാം. 1, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? കൊരിന്ത്യ സഭകളിൽ ഒരു കാര്യം നടന്നിരുന്നു. ഒരാൾ വിശ്വാസത്തിലേക്ക് വന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അദ്ദേഹം മരിച്ചാൽ, അല്ലെങ്കിൽ ആ സഹോദരി മരിച്ചാൽ, അവരെ നിത്യതയിൽ പോകണം. അതിന് സ്നാനം പെടാതിരുന്ന ഒരു തടസ്സമാകാതിരിക്കുവാൻ അവർക്ക് പകരമായി ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാൾ സ്നാനമേൽക്കുന്ന ശുശ്രൂഷകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും അത് തെറ്റാണെന്നും പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. 2-ാമത്തെ സ്നാനം മാനസാന്തര സ്നാനമാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. യോഹന്നാൻ മാനസാന്തരപ്പെടുന്നവരെ തൻ്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുന്നു. യോഹന്നാൻ്റെ ശിഷ്യരാക്കി തീർക്കുന്നത് സ്നാനപ്പെടുത്തിയാണ്. അതും മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുന്നു. സ്നാപയോഹന്നാൻ്റെ അടുക്കൽ യേശു സ്നാനപ്പെടുവാൻ വന്നു. യോഹന്നാനേക്കാൾ വലിയവനാണ് യേശു. എന്നാൽ യോഹന്നാൻ യേശുവിനെ വിലക്കി. അതിന് യേശു ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു ഇവിടെ വന്നത് പാപികളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യുവാൻ തയ്യാറാകുകയാണ്. തൻ്റെ പ്രയത്നം ആരംഭിക്കുകയാണ്. ആ ആരംഭത്തിൽ തന്നെ ചില അംഗീകാരം കൂടി തനിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് സ്നാനപ്പെടുവാൻ യോഹന്നാൻ്റെ അടുക്കൽ വന്നത്. യേശു തൻ്റെ സ്നാന ശുശ്രൂഷയിൽ പങ്കാളിയായതിനു ശേഷം
വെള്ളത്തിൽ നിന്ന് കയറി നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് അവനിൽ വസിച്ചു. അത് തന്നെയുമല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ശബ്ദവും ഉണ്ടായി. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ 3 നാമങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1, സ്നാനം ഏറ്റിരിക്കുന്ന യേശു ക്രിസ്തു. 2, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ വന്ന് വസിക്കുന്നു. 3, സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞ പിതാവ്. ഈ 3 പേരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി യേശു പുറപ്പെടുകയാണ്. തൻ്റെ വിളി അനുസരിച്ച് താൻ എന്തിനിവിടെ വന്നുവോ അത് നിവർത്തിക്കുവാൻ കർത്താവ് തയ്യാറാകുകയാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്തി അനേകരെ ശിഷ്യരാക്കി ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. അപ്പോൾ ശിഷ്യരാക്കി യേശു ക്രിസ്തുവും സ്നാനം തുടരുന്നു. ശിഷ്യരാക്കി യോഹന്നാൻ സ്നാപകനും ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൂട്ടരുടെയും ശിഷ്യന്മാരെ അവർ 2 രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇനി അടുത്ത സ്നാനം ശിഷ്യനാകുവാനുള്ള സ്നാനമാണ്. ഇതും വെള്ളത്തിലുള്ള സ്നാനമാണ്. അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ശുശ്രൂഷയാണ്. അതിന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ സ്നാനപ്പെടുത്തുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്താനല്ല ശിഷ്യന്മാർ തയ്യാറായത്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും സ്നാനപ്പെടുത്തുമ്പോൾ പറയേണ്ട നാമം അതാണെന്ന് തോന്നിപ്പോകും. അല്ല, യോഹന്നാൻ സ്നാനപ്പെടുത്തിയപ്പോൾ ഒരു നാമവും പറഞ്ഞല്ലായിരുന്നു സ്നാനപ്പെടുത്തിയത്. യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയപ്പോഴും ഒരു നാമവും പറഞ്ഞല്ല സ്നാനപ്പെടുത്തിയത്. എന്നാൽ കർത്താവിൻ്റെ മരണാടക്ക ഉയർപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ശുശ്രൂഷയിലേക്ക്, സ്നാന ശുശ്രൂഷയിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. അതാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം കണ്ടത്. അപ്പോൾ ഇവിടെ നാമം പറഞ്ഞേ പറ്റൂ. കാരണം യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലും ഉള്ള സ്നാനം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ സ്നാനം, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നുള്ളതാണ്.